ശ്രീമതി ദീപാനിൽ ഇവിടെ സാർ ചില ചരിത്രത്തിലേക്കൊക്കെ പോയി. അപ്പോൾ മുൻപ് അത്തരത്തിൽ വിശേഷിപ്പിച്ചവർ ഒറ്റയടിക്കത് മാറ്റി പറയുമ്പോൾ ഇവിടെ ചരിത്രം തീരുമാനിക്കേണ്ടത് ആര്, അല്ലെങ്കിൽ നാടിൻ്റെ ചരിത്രം തീരുമാനിക്കുന്നത് ആരെന്നാണ് BJP ഇന്ന് പ്രതിഷേധങ്ങൾക്കിടെ ചോദിച്ചത്. അപ്പോൾ അതിനുകൂടി ഒരു ഉത്തരത്തിലേക്ക് വരേണ്ടതല്ലേ? സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. പങ്കെടുത്തിട്ടുണ്ട്, ആദ്യകാലങ്ങളിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരു ചരിത്രത്തിലേക്കാണ് സവർക്കറുടെ ഒരു ചരിത്രം പോകുന്നത്. പിന്നീട് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളതൊക്കെ തന്നെയും അവിടെ പോയിട്ട് അവിടെ കിടക്കുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതം സാധാരണക്കാരായ ആളുകളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകുന്നവരെ, നമ്മളത് ഇന്ത്യയുടെ ആ ഒരു ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നീട് ജയിലിൽ പോയതൊക്കെ തന്നെയും ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ അവരെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബത്തെ ത്യജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടോ, അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്ന് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുന്നു, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകുന്നവരെ കൂടെ അതിൽ നിന്ന് അവരുടെ ഇതുകൂടി തിരിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ പോയിട്ടുള്ളതെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്ത് വായിച്ചാൽ മനസ്സിലാകും. അതിനുശേഷം ഇതുപോലെ മാപ്പ് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം വന്ദേ മാതരത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. വന്ദേ മാതരത്തെ ഒന്നും ആരും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ദേശീയ പതാകയെ ഒരു ദുശകുനമാണെന്ന് പറഞ്ഞത് ഇവർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്. ഇന്ത്യയുടെ ദേശീയ പതാക ഒരു ദുശകുനമാണെന്ന്, ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ആരാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെ BJPയുടെയും RSSന്റെയും ഒരു നയമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വന്ദേ മാതരം മുഴുവൻ ചൊല്ലണ്ട എന്ന് ഇന്ന് നമ്മളെടുത്ത തീരുമാനമല്ല ഇത്. ഇന്ന് ED സതീശനോ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്ത തീരുമാനമല്ല അത്, അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ എടുത്ത തീരുമാനമല്ല, കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ ഇപ്പോൾ എടുത്ത തീരുമാനമല്ല. അത് അന്ന് എടുത്ത തീരുമാനമാണ്. വന്ദേ മാതരത്തിൻ്റെ 2 ഖണ്ഡികകൾ മാത്രം, 2 സ്റ്റാൻസകൾ മാത്രം ചൊല്ലിയാൽ മതി. കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്തിൻ്റെ ഒരു ദേശീയ ഗാനമായി ആലപിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഖണ്ഡികകൾ അതിൽ വരരുത് എന്ന്, ഇവിടുത്തെ മതേതരത്തെ ഊട്ടിയുറപ്പിക്കണം എന്ന് ചിന്താഗതിയുള്ള, ഇവിടെ ഇന്ത്യയെ ഒരു വർഗീയ രാജ്യമാക്കി മാറ്റരുത് എന്ന് ചിന്താഗതിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ കൂട്ടായെടുത്ത തീരുമാനമാണ്. ഇവരിപ്പോൾ വലിയ കാര്യമായിട്ട് പറയുന്ന നമ്മുടെ ആരാണ് പ്രതിമയുണ്ടാക്കിയത്? സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ എന്താണ് പറഞ്ഞത്? സർദാർ വല്ലഭായ് പട്ടേൽ ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോകമറിയുന്ന ഹിന്ദുവിനെ കൊലപ്പെടുത്തിയതാണ് RSSകാരെന്ന് ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ, പുത്തരിക്കണ്ട മൈതാനത്തിന്റെ മണ്ണിൽ വന്നു നിന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വർഷക്കാലം ഇവിടെ പറയുകയുണ്ടായില്ല വീർ സവർക്കർ എന്നുള്ള ഒരു ഇതിൽ ഇന്ത്യയുടെ പ്രിയപുത്രൻ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അതൊന്നും ഞാൻ ഏതും രേഖകളിൽ വായിച്ചിട്ടില്ല. ദയവീത് ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ. ഞാൻ ഇതുവരെയും ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ AB വാജ്പേയി പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ച് ബംഗ്ലാദേശിനെ പ്രത്യേക രാജ്യമാക്കിക്കൊണ്ട് വിജയശ്രീലാളിതയായി തിരിച്ചു വന്ന ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ 4 അതിരുകൾക്ക് അക്കാൻ നിയോഗിക്കപ്പെട്ട ദുർഗയാണ് എന്ന് വിശേഷിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വീർ സവർക്കർ ഇന്ത്യയുടെ പ്രിയപുത്രനാണെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞതായിട്ട് ഞാനൊരു രേഖകളിലും വായിച്ചിട്ടില്ല. അത്യാവശ്യം ഇതുപോലെയുള്ള ചരിത്രം വായിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ വീർ സവർക്കർ എന്നോ അല്ലെങ്കിൽ മറ്റുള്ള പേരുകളല്ല, സവർക്കർ എന്ന വ്യക്തി എന്തായിരുന്നു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, ഞാൻ പറഞ്ഞില്ല ആദ്യകാല സ്വാതന്ത്ര്യകാല സമര ചരിത്രത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നു എന്നാരും പറയുന്നില്ല. പക്ഷെ പിന്നീടുണ്ടായ മനംമാറ്റമാണ്, പിന്നീടുണ്ടായ വർഗീയമായിട്ടുള്ള ചിന്താഗതിയാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും മാറ്റി നിർത്തിയതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചതും. അതിൻ്റെ കൃത്യമായ രേഖകൾ ചരിത്രത്തിലുണ്ട്. ചരിത്രത്തെ തിരുത്തി എഴുതാൻ ഈ പറഞ്ഞ പോലെ ചരിത്രം സത്യമായി തന്നെ നിൽക്കുകയാണ്. അതിനെ തിരുത്തി എഴുതുവാൻ ഒരു അധ്യാപകൻ വിചാരിച്ചാലും നടക്കില്ല. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ പ്രസ്ഥാനം ഇവിടെ ഉള്ളിടത്തോളം അതിന് അനുവദിക്കുകയുമില്ല. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഓരോന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മുറവിളി കൂട്ടിയിട്ടോ ഒരു കാര്യവുമില്ല. ഇന്ത്യയുടെ ചരിത്രമായിട്ട് തന്നെ നിൽക്കും.